ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്കും ഒരുവിധം സുഖം തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെടിയുടെ വിശേഷങ്ങളാണ്. അതിൻ്റെ പ്രൊപ്പഗേഷനും ബാക്കി കാര്യങ്ങളും ഒക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, പെനി വാട്ടർ എന്ന് പറയുന്ന ഒരു വാട്ടർ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷനെ പറ്റിയൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ ചെടി ഞാൻ കുറേ നാളുകൾക്ക് മുന്നേ ഈ ഒരു ചെറിയ ചട്ടിയിൽ വെച്ച് പിടിപ്പിച്ചതാണ്. അപ്പോൾ ആ ചട്ടി നിറഞ്ഞ് അതിൻ്റെ വേരെല്ലാം നല്ല ടൈറ്റായിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയല്ല. കാരണം ഇനി അതിനകത്തോട്ട് വേറെ കൂടുതലൊന്നും വളർന്നു വരുന്ന ഒരവസ്ഥയല്ല. അപ്പോൾ ഇത് ഞങ്ങളുടെ ഷോപ്പിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ ഷോപ്പിൽ ഇങ്ങനെ ഈ പൊടിയൊക്കെ അടിക്കുമ്പോഴത്തേന് റോഡ് സൈഡായതുകൊണ്ട് എപ്പോഴും പൊടിയടിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ ആയി കുറച്ച് നാളുകൊണ്ട് ഞാനത് ശ്രദ്ധിക്കാതെ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇടയ്ക്ക് നോക്കുമ്പോൾ അത് വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ വാടിപ്പോകുന്നുണ്ട്. കാരണം അതിനകത്ത് വെള്ളം നിൽക്കാൻ കുറച്ച് സ്ഥലമേ ഉള്ളൂ ഇനി. കാരണം 2 ദിവസം ആകുമ്പോഴത്തേന് തന്നെ വെള്ളം വറ്റി പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ ഒരു ചട്ടി മാറ്റി നമുക്ക് വേറൊരു ചട്ടിയിലേക്ക് വെക്കാം. അപ്പോൾ അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇത് നല്ലൊരു വാട്ടർ പ്ലാന്റ് ആണ്. നമുക്ക് അക്വേറിയത്തിലൊക്കെ ഇത് സെറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയിൽ വളർത്താൻ പറ്റും. പിന്നെ ഇതിന് ലൈറ്റ് വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല സ്ട്രൈറ്റായിട്ട് ഇത് നിൽക്കണമെന്നുണ്ടെങ്കിൽ, കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഇല ഇപ്പോൾ കണ്ടില്ലേ ചരിഞ്ഞ് നിൽക്കുന്നത്. ഈ ഇല ചരിഞ്ഞ് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്ക് ഭാഗത്തേക്ക്, കാരണം നേരിട്ട് സൂര്യപ്രകാശം അടിക്കുന്ന സ്ഥലമല്ല ഇത് ഞാൻ വെച്ചിരുന്നത്. അപ്പോൾ കിഴക്ക് ഭാഗത്തേക്ക് ചെരിഞ്ഞു പോകുന്നതാണ്, ആ സൂര്യപ്രകാശത്തിനെ തേടി അത് പോകുന്നതാ ഇല. അപ്പോൾ അത് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇത് നടാൻ വേണ്ടിയിട്ട് നമുക്കൊരു പോട്ട് എടുക്കാം. ആ പോട്ടിന് ഹോളിൻ്റെ ആവശ്യമില്ല, ഹോളിടരുത്. പിന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ അക്വേറിയം ആയിട്ടും കൂടെ നമുക്ക് യൂസ് ചെയ്യാം ഇതിങ്ങനെ. കാരണം ഇങ്ങനത്തെ ഒരു പോട്ടാണല്ലോ, എന്ന് വെച്ചാൽ പുറത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനകത്തൊരു ഫിഷും കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടിരിക്കും. കുറച്ച് നാളത്തേക്ക് നമുക്ക് ഫിഷിനെയൊക്കെ ഇട്ട് യൂസ് ചെയ്യാം. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേന് ഈ ചട്ടി നിറഞ്ഞ് ചെടിയാവും. അപ്പോഴത്തേന് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും മീനുകൾക്ക്. തോനെ മീനുകളുണ്ടെങ്കിൽ 1-2 ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ മക്കൾക്കാണെങ്കിലും കുഞ്ഞു മക്കൾക്കൊക്കെ ആണെങ്കിലും നമ്മൾ വലിയ അക്വേറിയൊന്നും മേടിച്ച് പൈസ കളയേണ്ട ആവശ്യമില്ല. ഇതേമാതിരി ട്രൈ ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഈ പോട്ടെടുത്തു. ഈ പോട്ടെടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് മണ്ണും കമ്പോസ്റ്റും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മണ്ണാണ്. അപ്പോൾ ആ മണ്ണ് ഇട്ട് കൊടുത്തു. അത് വലിയ തിക്നെസ്സിലൊന്നും ഇട്ട് കൊടുക്കണ്ട. അതിൻ്റെ ചുവട്ടിൽ കുറച്ച് ആ ചട്ടിയുടെ ചുവട് ഭാഗത്ത് കുറച്ച് ഭാഗത്ത് ഒരു 5 സെൻറ്റിമീറ്റർ ഭാഗത്തൊക്കെ ആയിട്ട് തിക്കിൽ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇതിപ്പോൾ കണ്ടില്ലേ, ഞാൻ ഈ ചട്ടിയിൽ നിന്ന് എടുക്കുമ്പോൾ ഇതിനകത്ത് ഫുള്ള് വേരാ. കാരണം ഇതിനി അങ്ങോട്ടോ ഇങ്ങോട്ടോ വളർന്നു പോകാനുള്ള സ്ഥലം ഇല്ല ഇതിനകത്ത്. അപ്പോൾ ഇനിയിപ്പോൾ ആ ചട്ടിയിൽ നിന്ന് നമ്മൾ മാറ്റേണ്ട സമയം കഴിഞ്ഞു. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് കുറേ തൈകളാക്കാം കേട്ടോ. അത് തൈകളാക്കിയിട്ട് വേറെ വേറെ പാത്രങ്ങളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറേ ചെടികളാവും. പക്ഷേ ഇത് ഞാൻ ചെയ്യുന്നില്ല, എൻ്റെ കയ്യിൽ വേറെയും ചെടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു പോട്ടിനകത്ത് ഇത് വെക്കുകയാണ്. അപ്പോൾ ആ ചട്ടിയുടെ ഷേപ്പിൽ തന്നെ ആ വേരെല്ലാം ഓടിയിട്ട് അത് ആ കറക്റ്റ് അതേ രീതിയിൽ ഇരിക്കുക. അപ്പോൾ അത് നടുന്ന സമയത്ത് ഞാൻ കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ടായിരുന്നു നട്ടിരുന്നത്. ഇപ്പോൾ ആ മണ്ണൊന്നും അതിനകത്ത് ഇളവി വരാൻ പോലും ഇല്ല, കാരണം അതിൻ്റെ വേര് അത്രയും ടൈറ്റായിട്ടിരിക്കുക. അപ്പോൾ ആ മണ്ണിനകത്ത് നമുക്ക് അത് ഒന്ന് കുഴിച്ച് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് ഒരു 2 മീനിനെയും കൂടെ ഇടണമെന്ന് എനിക്ക് ഉദ്ദേശമുണ്ട്. അപ്പോൾ പക്ഷേ ഇപ്പോൾ ഇടാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴും ഒക്കെ അത് കലങ്ങുകയും ചെയ്യും. പിന്നെ അത് മാത്രമല്ല, കൂടുതൽ വെള്ളം ഞാൻ ആദ്യത്തെ ദിവസം ഒഴിക്കുന്നുമില്ല. അതിൻ്റെ നിരക്ക് നിൽക്കുന്ന എന്ന് വെച്ചാൽ ആ ചെടിയുടെ ചുവടിന് നിരപ്പ് നിൽക്കുന്ന രീതിയിൽ ഞാൻ വെള്ളം ഒഴിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് ആ വെള്ളമൊക്കെ ഒന്ന് കലക്ക് മാറിയതിന് ശേഷം വീണ്ടും ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കും.
അപ്പോൾ മീനിനെ ഇട്ടാൽ മതിയാവും. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെളിച്ചം വലിയൊരു കാര്യമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ഷെയ്ഡിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഷെയ്ഡിൽ നിന്ന് സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്തേക്ക് ഇത് വളരും. അപ്പോൾ സ്ട്രൈറ്റായിട്ട് വളർന്നില്ലെന്നുണ്ടെങ്കിൽ അത് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല, ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കും. പിന്നെ അപ്പോൾ അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ പിന്നെ നല്ല പ്രകാശമുള്ള ഭാഗമായിരിക്കണം. പക്ഷേ എന്താ പറയുക, സൂര്യപ്രകാശം നേരിട്ട് അടിച്ചാലും കുഴപ്പമില്ല, അടിച്ചില്ലെന്നുണ്ടെങ്കിലും നല്ല പ്രകാശമുള്ള സ്ഥലമായിരിക്കണം. ഇപ്പം നമ്മൾ ഷെയ്ഡില്ലേ, നമ്മുടെ വാർപ്പിൻ്റെയൊക്കെ ഷെയ്ഡിൻ്റെ കീഴെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നേരെ തന്നെ വളരും. അതേപോലെ തന്നെ ഗ്രീൻ നെറ്റ് ഇട്ടേക്കുന്ന ഷെഡുകൾ, പോളി ഹൗസുകൾ, ഇവിടെയൊക്കെ നമുക്ക് ഇതിനെ നേരെ വളർത്തി കിട്ടും. പിന്നെ അതേപോലെ തന്നെ മരങ്ങളുടെയൊക്കെ ചുവട്, നമ്മുടെ മുറ്റങ്ങളിലൊക്കെ മരങ്ങളുണ്ടാവുമല്ലോ, ആ മരത്തിൻ്റെയൊക്കെ ചുവടുകളിലൊക്കെ നമുക്കിത് വെച്ച് കഴിഞ്ഞാലും നല്ല ഭംഗിയിൽ, നല്ല പച്ച കളറിൽ, നല്ല വലിയ ഇലകളോടുകൂടി, നല്ല തഴപ്പോടുകൂടി ഇത് വളർന്നു വരും. അപ്പോൾ ഇത് കാണാനും നല്ല ഭംഗിയാണ്, റൗണ്ട് ഇലകൾ കാണാനും നല്ല ഭംഗിയാണേ. അപ്പോൾ പിന്നെ അത് ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതിന് വളമെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇതിന് പച്ചച്ചാണകമൊക്കെ കലക്കി ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ്. പക്ഷെ ഞാൻ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് മീനിനെ ഇടണമെന്ന്. അപ്പോൾ അതുകൊണ്ട് പച്ചച്ചാണകമൊക്കെ കലക്കി ഒഴിച്ച് കഴിഞ്ഞാൽ മീൻ ഇടുമ്പോൾ ചിലപ്പോൾ മീനിന് എന്തെങ്കിലും ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു ഇതാവും. അതുകൊണ്ട് പച്ചച്ചാണകമൊന്നും ഞാൻ കലക്കി ഒഴിക്കുന്നില്ല. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിപ്പം ഒഴിച്ച് 2ാമത്തെ ദിവസമായി. അപ്പം വെള്ളത്തിൻ്റെ കലക്കൊന്ന് മാറിയിട്ടുണ്ട്. ഇത്രയും ഹൈറ്റിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം എന്ന് വെച്ചാൽ അതിന് നിരക്കെ വെള്ളം ഒഴിക്കും. നിരപ്പിൽ വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് അതിനകത്ത് മീനിനെയും കൂടെ ഇടാൻ പറ്റും. ഇനി ഇതേമാതിരി 2 ഗപ്പീനെ ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു മെയിലും ഒരു ഫീമെയിലും. അപ്പോൾ ആ ഗപ്പീനെ നമുക്ക് ഈ പോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. കുഞ്ഞു മക്കളൊക്കെ ഉള്ളിടത്ത് നല്ല ഭംഗിയായിരിക്കും അവർക്ക്. കാരണം ഇപ്പോൾ ഉള്ള കുട്ടികൾക്കൊന്നും പുഴയോ തോടോ ഇതൊന്നും കാണുന്നുമില്ല. അവർക്ക് ഇങ്ങനെ മീനിനെ വളർത്തുന്നതോ പിടിക്കുന്നതോ ഒന്നും അവർക്കറിയത്തില്ല. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് അവർക്ക് ഇങ്ങനെയൊക്കെയുള്ള മീനിനെ വളർത്തുന്നതൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. കാരണം അക്വേറിയമൊക്കെ എല്ലാവർക്കും പറ്റുന്ന കാര്യമായിരിക്കത്തില്ല. അപ്പോൾ ഇതേമാതിരി നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പോൾ ഞാൻ വെള്ളം കുറച്ചേ ഉള്ളൂ, നല്ല തെളിഞ്ഞ് നിൽക്കുന്ന വെള്ളമായി, എല്ലാം അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കും. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം മീനിനെ ഇട്ട് കൊടുക്കാൻ. പിന്നെ ഇതിൻ്റെ വളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ മീൻ ഇട്ട് കൊടുക്കുമ്പോൾ മീനിന് തീറ്റ ഇട്ട് കൊടുക്കും. തീറ്റ ഇട്ട് കൊടുത്ത് അതിൻ്റെ അവശിഷ്ടങ്ങൾ വരുമ്പോഴത്തേന് അമോണിയ ആവും. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ചെടിക്കും കൂടെ വളമാവുകയും കൂടെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ ഉള്ള പൊടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ക്ലീൻ ചെയ്ത് പറക്കി കളയുകയും ചെയ്യും. പിന്നെ ഇതിനകത്ത് ഞാൻ കണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പുഴുണ്ട്, ഒരു പച്ച കളറിലെ പുഴുണ്ട്. ആ പുഴു ഇതിൻ്റെ ഇലകൾ വന്നിട്ട് തിന്ന് നശിപ്പിക്കും. അപ്പോൾ അതൊരു ഭയങ്കര നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പുഴുവിനെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. കാരണം പുഴു വന്നിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയത്തില്ല. ഇലകൾ ഇങ്ങനെ കുറഞ്ഞു വരുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഞാൻ പ്രകാശത്തിൻ്റെ കാര്യം പറഞ്ഞു, സൺലൈറ്റ് എത്രമാത്രം വേണ്ടി വരുമെന്ന് പറഞ്ഞു, വളത്തിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ അതേപോലെ തന്നെ ഇതിന് ബാധിക്കുന്ന കാര്യങ്ങൾ, കീടങ്ങൾ, അത് പുഴുവിൻ്റെ ശല്യം ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ, അല്ലാണ്ട് വേറെ ഞാനൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഇതിന് എപ്പോഴും വെള്ളം വേണ്ടി വരുന്നൊരു ചെടിയാണ്. എപ്പോഴും വെള്ളം നനവ് അതിനകത്ത് ഉണ്ടാവണം, ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാടിപ്പോവുകയും ചെയ്യും. ഇത് കണ്ടില്ലേ, ഇപ്പോൾ കുറച്ച് 3-4 ദിവസം ആവുന്നേ ഉള്ളൂ. ആ ദിവസം കൊണ്ട് തന്നെ ഈ ആ നട്ട ചെടിയുടെ പുറത്തേക്ക് അതിൻ്റെ പിന്നെ പുതിയ വേരുകൾ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. ആ പുതിയ വേര് ഓടുന്നിടത്തൊക്കെ തൈകൾ പൊട്ടി മുകളിലേക്ക് ഇല വരും. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് ഈ പോട്ട് നിറച്ചും പിന്നെ ചെടികളാവും.
പക്ഷേ ഇതിപ്പോൾ ഞാൻ വെയിൽ കിട്ടാത്ത ഷോപ്പിൽ തന്നെ വെച്ചേക്കുന്നത്, അവിടെ നേരിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലമല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ചെടി എത്രമാത്രം മുകളിലോട്ട് തന്നെ വളരുമെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം പിന്നെ നമുക്കിത് ഒരു അക്വേറിയം ആയിട്ടെന്ന് വെച്ചാൽ ചെറിയൊരു മിനി അക്വേറിയം ആയിട്ടൊക്കെ നമുക്കിത് വെക്കാൻ പറ്റും. ഷോപ്പായതുകൊണ്ട് നമുക്ക് പുറത്തൊന്നും കൊണ്ടുവന്ന് വെക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചേക്കുന്നത്. കണ്ടോ, ഫിഷിനെയൊക്കെ ഇട്ട് ഫിഷ് നല്ല അത് ഒരു കുഴപ്പമില്ല, അത് ചത്തിട്ടും അതിൻ്റെ ഒന്നുമില്ല. അത് നല്ല ആരോഗ്യത്തോடு തന്നെയുള്ള 2 ഫിഷാണേ. അതുങ്ങൾ അതിനകത്ത് നീന്തി നടക്കുന്നുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പം അത് ഗപ്പി ആയതുകൊണ്ട് പെട്ടെന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഇത് എല്ലാവരും ഒന്ന് കാരണം അക്വേറിയം ഒന്നും മേടിക്കാൻ പറ്റാത്തവരും ഒക്കെ ആയിട്ടുള്ളവരുണ്ടാവുമല്ലോ. പിന്നെ ഇനിയിപ്പോൾ അക്വേറിയം മേടിക്കാനാണെങ്കിൽ തന്നെയും പണി കൂടുതലായതുകൊണ്ട് മടിച്ചിരിക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ ഇതേമാതിരി ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ മക്കൾക്കൊക്കെ ഇതിങ്ങനെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവർക്കും ഒരു സന്തോഷമാവും. കണ്ടില്ലേ, ഇതിപ്പം ഇപ്പോൾ ഒരു 2 ആഴ്ച കഴിഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ഇത് ഒരുവിധം ആ പോട്ടിൻ്റെ ഉള്ളിൽ തന്നെ കുറേ വേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പടർന്നിട്ട് കുറേ ചെടികൾ വളർന്നിട്ടുണ്ട്. കുറേ തൈകളായി അത്. മീനിനൊരു കുഴപ്പമില്ല, മീൻ നല്ല ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ ട്രൈ ചെയ്തിട്ട് അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് കമൻറ്റും ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കേ, താങ്ക് യു.